കട്ടിപ്പൂടിടാ കണ്ണാല. ഇന്ന് എന്റെ ഷോയിലുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം എന്താ പറയണം? യെസ്, നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന്റെ മകൻ മാധവ് സുരേഷ് ഗോപിയാണ്. മാധവനെ കുറിച്ച് പൊതുവെ കേൾക്കുന്ന ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളാണ്. എങ്ങനെ പൊട്ടത്തരങ്ങളൊന്നും ചോദിക്കരുത് എന്നോട്. പൊട്ടത്തരൊന്നും ചോദിക്കരുത് കേട്ടോ. ആളുടെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര കറക്റ്റ്. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. ഭയങ്കര മെച്ചൂർഡ്. എന്താ നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഭയങ്കര മെച്ചൂർഡ്. എന്താ നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കേണ്ടത് ഞങ്ങളുടെ വിധിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ വിധിയാണ്. ഭയങ്കര സ്റ്റഡി ആയിരിക്കും ആൻസേഴ്സ്. അതിപ്പോ ഇവിടെ വിളിച്ചോ വല്ല കാര്യമായിട്ടുണ്ടോ? ആ ഒരു കാര്യം എവിടെ നിന്ന് കിട്ടിയത്? അച്ഛനിൽ നിന്നാണ്? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയാണെന്ന് എനിക്ക് വയ്യ. ഇപ്പൊ ഞാൻ മാധവിനെയാണ് ഇന്റർവ്യൂ എടുക്കാൻ വരണേന്ന് പറഞ്ഞപ്പോ ആള് ഭയങ്കര ജീനിയസ് ആണോ, ആൾ എന്നധികം പൂഴ്ത്തി വഷളാക്കരുത്. ഭയങ്കര ആൻസേഴ്സ് എന്നുവെച്ചാൽ സാധാരണ ജനങ്ങൾ വരെ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇത് മീഡിയ പബ്ലിസിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഷോ ഓഫ് ആയിട്ടോ എടുക്കേണ്ടവർ അതേപോലെ എടുത്തോട്ടെ. അവരുടെ ചിന്താഗതിയുടെ ലിമിറ്റ് അത്രയല്ലേ ഉള്ളൂ. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. More of the hate I get is because my father is a BJP minister. അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ല. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ പോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. 2-3 പേജസ് വളരെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇട്ടതായിരുന്നു. മാധവ് സുരേഷ് ഈ ക്യാരക്ടർ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഒറിജിനാലിറ്റിക്ക് ഓവറാക്കരുത്, ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ട്രോളന്മാരോടാ. മറ്റാൾക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു ഫോക്കസ് ഓൺ യുവർ ഓൺ ഗ്രോത്ത് ഇഫ് യു ക്യാൻ. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. എന്റെ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നവർക്ക് ആ റെസ്പെക്ട് ഞാൻ കൊടുക്കാറുണ്ട്. അതില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഐ ആം കോട്ടിങ് ഹിം, ഓക്കെ? പക്ഷെ അത് അർഹിക്കാത്തവരുടെ മുന്നിൽ പോയിട്ട് കൊടുത്ത് എന്തിനാണ് സ്വയമേ? നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ഒന്ന് നിർത്ത്. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ.